ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. കഴിഞ്ഞ നാളുകളിലൊക്കെയും നമ്മെ പരിപാലിച്ച ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ദിവസം കൂടി ദൈവസന്നിധിയിലായിരിക്കാം. സങ്കീർത്തനങ്ങൾ 127 അധ്യായം അതിൻ്റെ 1, 2 വാക്യങ്ങളിൽ ദൈവം പറഞ്ഞിരിക്കുന്നു: യഹോവ വീട് പണിയാതിരുന്നാൽ പണിയുന്നവർ വൃഥ അധ്വാനിക്കുന്നു. യഹോവ പട്ടണം കാക്കാതിരുന്നാൽ കാവൽക്കാരൻ വൃഥ ജാഗരിക്കുന്നു. നിങ്ങൾ അതികാലത്ത് എഴുന്നേൽക്കുന്നതും താമസിച്ചു കിടപ്പാൻ പോകുന്നതും കഠിന പ്രയത്നം ചെയ്ത് ഉപജീവിക്കുന്നതും വ്യർത്ഥമത്രേ. തൻ്റെ പ്രിയനോ അവനത് ഉറക്കത്തിൽ കൊടുക്കുന്നു. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്നത്തെ ദൈവവചന ചിന്തയിൽ ദൈവം നമ്മോട് പറയുന്നത്, നമ്മുടെ അധ്വാനം കൊണ്ടല്ല അനുഗ്രഹങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്നത്. നമ്മുടെ ജീവിതത്തിലുള്ള പ്രയാസങ്ങളും പ്രതിസന്ധികളുമൊക്കെ ദൈവം നല്ലതിന് വേണ്ടി നമുക്ക് നൽകുന്നതാണ്. രാവിലെ എഴുന്നേറ്റ് പണിയെടുത്ത് നമ്മുടെ ജീവിതത്തിൻ്റെ പ്രയാസങ്ങളോടുകൂടി മുൻപോട്ട് ജീവിക്കുന്നത്, അല്ലെങ്കിൽ താമസിച്ച് കിടക്കുക, കഠിന പ്രയത്നം ചെയ്യുക, ഇതൊക്കെ ചെയ്താലും ദൈവം നമ്മോട് പറയുകയാണ്, ഇതൊന്നും നീ ചെയ്തില്ലെങ്കിലും തൻ്റെ പ്രിയനോ അവനത് ഉറക്കത്തിൽ കൊടുക്കുന്നു. പൂർണ്ണമായിട്ടുള്ള വിശ്വാസത്തോടുകൂടി ദൈവത്തോട് പ്രാർത്ഥിച്ചാൽ അവൻ ഏത് അനുഗ്രഹവും ഉറക്കത്തിലാണെങ്കിലും മക്കൾക്ക് കൊടുക്കും. മക്കൾ യഹോവ നൽകുന്ന അവകാശമാണ്. അതുകൊണ്ട് തന്നെ ദൈവത്തോട് യാചിക്കുന്ന ഒരു മനുഷ്യനെയും ദൈവം വെറുതെ വിടുകയില്ല. പക്ഷെ വിശ്വാസം വേണം. വിശ്വാസത്തോടുകൂടി പ്രാർത്ഥിക്കുക. പഠനം കഴിഞ്ഞ് ജോലിക്ക് കാത്തിരിക്കുന്ന കുഞ്ഞുങ്ങൾ ഏറെ മനോവ്യസനത്തോടു കൂടിയാണ് ഓരോ ദിവസവും തള്ളി നീക്കുക. നിരവധി പരീക്ഷകൾ എഴുതുന്നുണ്ട്, വിജയിക്കുവാൻ സാധിക്കുന്നില്ല. നിരവധി ആളുകൾ തങ്ങളോട് ചോദിക്കുന്നുണ്ട്, ജോലിയായില്ലേ, ജോലി ലഭിക്കാറായില്ലേ. ഇതിനൊക്കെ മധ്യത്തിൽ നിരാശയോടും വേദനയോടും കൂടി കുഞ്ഞുങ്ങൾ കഴിഞ്ഞുകൂടുന്നു. ദൈവത്തോട് യാചിക്കാം. തക്ക സമയത്ത് നല്ലൊരു ജോലി നൽകി എഴുതിയിട്ടിരിക്കുന്ന പരീക്ഷകളിൽ മേലൊക്കെ ദൈവം വിജയം നൽകേണ്ടതിന് ദൈവത്തോട് യാചിക്കാം. ദൈവവചനം എടുത്ത് വായിക്കാം. ദൈവവചനത്തിൽ നിന്നുള്ള ചിന്തകളെ ചിന്തിച്ചുകൊണ്ട് അതിൽ ജാഗരിച്ചുകൊണ്ട് മുൻപോട്ട് ജീവിക്കാൻ നമുക്ക് സാധിക്കണം. വരുന്ന പരീക്ഷകളെയൊക്കെ ദൈവസന്നിധിയിലേക്ക് സമർപ്പിക്കാം. ഓരോ പരീക്ഷകൾ എഴുതുമ്പോഴും ദൈവത്തോട് പറഞ്ഞ് ദൈവവചനം ചിന്തിച്ച് ധ്യാനിച്ചുകൊണ്ട് മുൻപോട്ട് പോകാൻ, പഠിച്ച കാര്യങ്ങളൊക്കെ ഓർത്തിരിക്കുവാനും അത് തക്ക സമയത്ത് പ്രയോഗിക്കുവാനും ദൈവം നമ്മെ സഹായിക്കണം. അനുദിനമുള്ള ജീവിതത്തിൻ്റെ ഓരോ യാത്രകളിലും ദൈവത്തിൻ്റെ വെളിപാടിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ജോലിക്ക് സമയം അതിക്രമിച്ചുകൊണ്ട് വേദനയോടുകൂടി ഓരോ ലിസ്റ്റും നോക്കിയിരിക്കുന്ന കുഞ്ഞുങ്ങളെ ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. കുഞ്ഞുങ്ങൾക്ക് ഭാരമുണ്ടാകരുത്, കുഞ്ഞുങ്ങൾ വേദനിക്കരുത്. അവർക്ക് തക്ക സമയത്ത് ഉപജീവനത്തിനുള്ള മാർഗം ദൈവം തുറന്നു കൊടുക്കണം. മറ്റ് മാനസികമായിട്ടുള്ള പ്രയാസങ്ങളിൽ ചെന്ന് കുഞ്ഞുങ്ങൾ പെടരുത്. അവർ ദൈവത്തോട് അടുത്ത് മുൻപോട്ട് ജീവിക്കാൻ സാധിക്കണം. ജോലി നൽകി അനുഗ്രഹിക്കുന്ന ഒരു ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ജീവിക്കാം. ജോലി ലഭിച്ചു എന്നുള്ള പൂർണ്ണ വിശ്വാസത്തോടു കൂടി ഓരോ പരീക്ഷകളെയും സമീപിക്കാനായിട്ട് കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അവരുടെ മാനസിക ആരോഗ്യം ശക്തിപ്പെടേണ്ടതിനായിട്ട് പ്രാർത്ഥിക്കാം. ഓർമ്മ ശക്തി ദൈവം കൊടുക്കേണ്ടതിനായിട്ട് പ്രാർത്ഥിക്കാം. ദൈവസന്നിധിയിൽ ആയിരിക്കുന്ന ഓരോ നിമിഷവും അനുഗ്രഹങ്ങൾ പ്രാപിച്ച് മുൻപോട്ട് ജീവിക്കാൻ ദൈവം നൽകുന്ന നല്ല സമയങ്ങൾക്കായിട്ട് പ്രാർത്ഥിക്കാം. ജീവിതത്തിലെ വിലപ്പെട്ട സമയങ്ങളൊക്കെ നഷ്ടപ്പെടുത്തിക്കൊണ്ട് മറ്റ് രീതികളിലേക്ക് ജീവിതം നയിച്ചു കൊണ്ടുപോകുന്ന ഓരോ കുഞ്ഞുങ്ങളെ സമർപ്പിക്കാം. അവരെയൊക്കെ ദൈവസന്നിധിയിൽ അടുപ്പിക്കുന്നതിനായിട്ട് ദൈവത്തോട് നമുക്ക് യാചിച്ചു കൊണ്ടിരിക്കാം. നമ്മുടെ ജോലി ഓരോന്നും മേഖലകളൊക്കെ ശക്തിപ്പെടേണ്ടതിനും ഓരോന്നും അനുഗ്രഹങ്ങൾ മുകളിലേക്ക് പ്രാപിക്കേണ്ടതിനായിട്ട് ദൈവത്തോട് നമുക്ക് യാചിക്കാം. ഇന്ന് പ്രത്യേകമായിട്ട് ജോലിക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഓരോ കുഞ്ഞുങ്ങളെയും ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ഈ വേളയിൽ ആയിരിക്കാം. അവരവരുടെ നല്ല സമയങ്ങളെ ദൈവത്തിന് വേണ്ടി കൊടുക്കണം. അല്പസമയം വചനം വായിച്ച് ഓരോ വാക്യങ്ങളും അടിസ്ഥാനമിട്ടുകൊണ്ട് വിശ്വാസത്താൽ അടിസ്ഥാനപ്പെട്ട് ജോലി ലഭിച്ചു എന്ന് വിശ്വസിച്ചുകൊണ്ട് കുഞ്ഞുങ്ങൾ മുൻപോട്ട് പോകാനും അനുഗ്രഹം പ്രാപിക്കേണ്ടതിനുമായിട്ട് നമുക്ക് ദൈവത്തോട് യാചിക്കാം. തൻ്റെ പ്രിയനോ അവനത് ഉറക്കത്തിൽ കൊടുക്കുന്നു എന്ന് പൂർണ്ണമായി വിശ്വസിക്കാൻ കഴിയണം. ആമേൻ.